കുറച്ച് ആട്ടമാവ് എടുക്കുക, അതിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം കൂടി പോകാനേ പാടില്ല കേട്ടോ. ഇതെന്താ നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോതമ്പിൻ്റെ പുട്ടാണ്. ഗോതമ്പിൻ്റെ പുട്ട് എത്ര ഉണ്ടാക്കിയാലും ശരിയാവാത്തവരുണ്ട്. പക്ഷേ ഇതുപോലെ ഉണ്ടാക്കിയാൽ എന്തായാലും ഫ്ലോപ്പ് ആവില്ല കേട്ടോ, കറക്റ്റായിട്ട് കിട്ടും. ഇത് കണ്ടില്ലേ ഇതിൻ്റെ പരുവം? ഇതുപോലെ ആയിരിക്കണം കേട്ടോ. ഈ പൊടി വേറായിട്ട് നമ്മളെ കയ്യിൽ കിട്ടണം, കുറച്ച് കട്ടി വെള്ളത്തിൽ ആവാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോൾ അത് കട്ട കുത്തിയിട്ട് പിന്നെ ഒന്നിനും പറ്റില്ല. അപ്പോൾ ഇതേ പരുവത്തിലായി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളി പുട്ടുണ്ടാക്കാം. രാത്രിയിൽ നമ്മൾ കൂടുതലും ചപ്പാത്തി കഴിക്കണവരും പിന്നെ ഗോതമ്പിൻ്റെ ദോശ അങ്ങനെ കഴിക്കുമല്ലോ. ദോശയിലൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ച് എണ്ണയൊക്കെ ചേർക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ കറക്റ്റായിട്ട് ഇതാ പുട്ട് ആവി വന്നിട്ടുണ്ട്. നമുക്ക് പുറകിൽ നിന്ന് തള്ളിവിടാം. അടിപൊളി പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ കഴിക്കണം കേട്ടോ. ചൂടാറിയിട്ടുണ്ടെങ്കിൽ അത്ര എനിക്കിഷ്ടമല്ല. പിന്നെ പഞ്ചസാരയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ അത് അത്ര നല്ലതല്ല എന്നറിയാം. എന്തായാലും ഒന്ന് സാമ്പാറും മുതിരക്കറിയും പപ്പടവും ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നല്ല സംഭവം ടേസ്റ്റാണ്.